ഹലോ നമസ്കാരം. എല്ലാ പീസ് മെറ്റ പാർട്ട്നേഴ്സിനും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബിറ്റ്ഗെറ്റ് വാലറ്റിൽ പുതിയതായിട്ടൊരു അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും, നമ്മൾ ഓൾറെഡി വേറെ ഏതെങ്കിലും വാലറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ അവരുടെ 12 കീവേഡ് ഉപയോഗിച്ച് ബിറ്റ്ഗെറ്റിൽ എങ്ങനെയാണ് മറ്റൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ഒരു ഡയറി എടുത്ത് വയ്ക്കുക. കാരണം ഇതിൻ്റെ പിൻ നമ്പറും അതുപോലെ തന്നെ കീവേഡും എല്ലാം എഴുതുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡയറിയും ഒരു പേനയും നിർബന്ധമായിട്ട് എടുത്തു വയ്ക്കുക. അതിനുശേഷം നമുക്ക് പ്ലേ സ്റ്റോറിലേക്ക് പോകാം. ഓക്കെ, നമ്മളിപ്പോൾ പ്ലേ സ്റ്റോറിൽ വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് പ്ലേ സ്റ്റോറിൽ നമുക്കിവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും താഴെയായിട്ട് നമുക്ക് കാണാം സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സെർച്ച് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക. സെർച്ചിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മുകളിൽ സെർച്ച് ബാർ വന്നിട്ടുണ്ട്. അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക BitGet ബിറ്റ്ജെറ്റ് വാലറ്റ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ 2 എണ്ണം ഉണ്ട്. ബിറ്റ്ജെറ്റ് വാലറ്റും ഉണ്ടാവും, ബിറ്റ്ജെറ്റ് എക്സ്ചേഞ്ചും ഉണ്ടാവും. നമുക്കിവിടെ ആവശ്യമുള്ളത് ബിറ്റ്ജെറ്റ് വാലറ്റാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വാലറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് എന്തെങ്കിലും കാരണവശാൽ അറിയാതെ നമ്മൾ ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ചാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മളത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ മെയിൽ ID ചോദിക്കും, ഫോൺ നമ്പറെല്ലാം ചോദിക്കും. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക, അത് എക്സ്ചേഞ്ചാണെന്ന് മനസ്സിലാക്കുക. ബിറ്റ്ജെറ്റ് വാലറ്റിൻ്റെ അകത്തേക്ക് ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള മെയിൽ IDയോ ഫോൺ നമ്പറോ ഒന്നും നമുക്കിവിടെ ആവശ്യമില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിവിടെ ആവശ്യമുള്ളത് ബിറ്റ്ജെറ്റ് വാലറ്റാണ്. ഓക്കെ, അത് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് സെർച്ച് കൊടുക്കുന്നുണ്ട്, ബിറ്റ്ജെറ്റ് വാലറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബിറ്റ്ജെറ്റ് വാലറ്റ് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ബിറ്റ്ജെറ്റ് വാലറ്റ് എന്നുള്ള ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് സാധനം. ഇത് നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അത് ഓപ്പൺ കൊടുത്ത് നമ്മുടെ ഹോം പേജ് വന്നിട്ടുണ്ട്. ഇവിടെ ഹോം പേജിൽ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം, ഇവിടെ ഏറ്റവും മുകളിലായിട്ട് വന്നിരിക്കുന്നത് ഒന്ന് നമ്മുടെ വാലറ്റിൻ്റെ നമ്മൾ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അവിടെ വാലറ്റ് എന്ന് മാത്രമേ കാണിക്കുള്ളൂ. മൈ വാലറ്റ് എന്നോ എന്തെങ്കിലും ആയിരിക്കും കാണിക്കുന്നത്. ഇവിടെ മനസ്സിലാവും, നോക്കിയാൽ ഇവിടെ ഇപ്പോൾ ഡമ്മി വാലറ്റ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അവിടെ അതാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് 4 റൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുക. ആ 4 റൗണ്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തുള്ളൊരു പേജാണ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൂടാതെ കറൻസി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കറൻസി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് USD ആണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഏത് ക്രിപ്റ്റോ കോയിനോ ടോക്കണോ ആണെങ്കിലും അതിൻ്റെ പ്രൈസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണത്. അതിപ്പോൾ അവിടെ കാണിക്കുന്നത് USDT റേറ്റിലായിരിക്കും കാണിക്കുന്നത്. നമുക്കത് ഇന്ത്യൻ കറൻസിയിൽ കാണണമെന്നുണ്ടെങ്കിൽ അവിടെ ആ കറൻസി എന്നുള്ള ഭാഗത്ത് റൈറ്റ് സൈഡിൽ USD എന്ന് എഴുതിയിരിക്കുന്നിടത്തിൽ ആ ആരോ മാർക്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇതുപോലെ തന്നെ ഓപ്ഷൻ വരും. അപ്പോൾ അവിടെ നമുക്ക് ഏത് കറൻസിയാണോ വേണ്ടത് വെച്ചാൽ അതവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇവിടെ 4ാമതായിട്ട് കിടക്കുന്നത് INR കിടക്കുന്നുണ്ട്. അത് ഇന്ത്യൻ കറൻസിയാണ്. അതിൻ്റെ അത് സെലക്ട് ചെയ്താൽ ഇന്ത്യൻ കറൻസിയിൽ നമുക്കിവിടെ പ്രൈസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, തൊട്ട് തന്നെ താഴെയായിട്ടുള്ള തീം എന്നുള്ളത് കിടക്കുന്നുണ്ട്. അതും ലൈറ്റ് കാര്യങ്ങളുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഏറ്റവും താഴേക്ക് വരുന്ന കഴിയുമ്പോൾ റിവാർഡ് അക്കൗണ്ട് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ അഡ്വാൻസ് സെറ്റിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൻ്റെ അകത്ത് നമുക്കിവിടെ ബയോമെട്രിക് കൊടുക്കാനുള്ളൊരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഫിംഗർ കൊടുക്കാനുള്ള അതിൻ്റെ എല്ലാ ഓപ്ഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്. 2ാമതായിട്ട് കിടക്കുന്നത് അത് ഫിംഗർ വയ്ക്കേണ്ട ആളുകൾ ഫിംഗർ വെച്ചിട്ട് അക്കൗണ്ട് നമുക്ക് സേഫ് ആക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ വീണ്ടും ബാക്ക് പോകുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ഈ പല ആളുകളും പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അവിടെ അക്കൗണ്ടിൽ നിന്ന് മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ ചില ആളുകളുടെ കയ്യിൽ ഒന്നിലധികം വാലറ്റുകളുള്ള ആളുകളുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു പേര് അവിടെ കൊടുക്കേണ്ട അത്യാവശ്യമായിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പേര് കൊടുക്കുന്നത് എങ്ങനെയെന്ന് ആദ്യം തന്നെ നോക്കാം. അപ്പോൾ ഈ ഏറ്റവും മുകളിൽ ഇപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്നുണ്ട് ഡമ്മി വാലറ്റ് എന്ന് പറഞ്ഞിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മളിപ്പോൾ അത് മാറ്റിയിട്ട് നമ്മുടെ പേര് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ബാക്കപ്പ് എന്ന് കൊടുത്തിരിക്കുന്നതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു ആരോ മാർക്ക് കാണാം. അതിൽ ടച്ച് ചെയ്യുക. ആരോ മാർക്ക് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് അടുത്ത നമ്മുടെ പേജ് വരുന്നത്. ഈ പേജ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ
നമുക്ക് ഇവിടെ പേര് ചേഞ്ച് ചെയ്യാൻ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്, വാലറ്റ് നെയിം എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വാലറ്റ് നെയിം എന്നുള്ള കൊടുത്തിരിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് നമ്മളിപ്പോൾ ഡമ്മി വാലറ്റ് എന്ന് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ആരോ മാർക്ക് ഉണ്ട്. അപ്പോൾ ആരോ മാർക്കിൽ ടച്ച് ചെയ്യാം. ആരോ മാർക്കിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു പേജ് നമുക്കിവിടെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇപ്പോൾ കിടക്കുന്നത് ഡൊമൈൻ നെയിം എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ അകത്താണ് ഇപ്പോൾ ഓൾറെഡി കിടക്കുന്നത്. ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് ഡൊമൈൻ നെയിം എന്നുള്ള ഓപ്ഷനിൽ കിടക്കണം. നമുക്കതല്ല വേണ്ടത്. നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ കസ്റ്റം നെയിം എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതായത് ഇവിടെ ക്ലിക്ക് ചെയ്യുക, കസ്റ്റം നെയിം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പേര് ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ അവിടെ നമ്മൾ ഈ ബോക്സിൻ്റെ അകത്ത് ഇപ്പോൾ ഓൾറെഡി ഡമ്മി വളർന്ന് കിടക്കുന്നുണ്ട്. അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ സാധാരണ വാട്സാപ്പിലൊക്കെ ടൈപ്പ് ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ചെയ്തിട്ട് അവിടെ എന്താണോ നമ്മൾ ടൈപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, പേരാണോ അതോ നമ്പറാണോ എന്ത് വേണമെങ്കിലും അവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം കൺഫേം കൊടുക്കുക. ഓക്കെ, ഞാനവിടെ പേര് കൊടുത്തിട്ടുണ്ട്. ഡമ്മി വാലറ്റിന് വണ്ണെന്നും പറഞ്ഞ് ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. കാരണം ഓൾറെഡി ഞാനത് ആദ്യം ഡമ്മി വാലറ്റിന് കൊടുത്തതിൻ്റെ പേരിലാണ് ആ സെയിം പേര് വെച്ചപ്പോൾ അവർ പേര് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു എക്സ്ട്രാ ഒരു 1 എന്നുള്ളത് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ പേര് നമ്മുടെ വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത തൊട്ട് താഴെ കിടക്കുന്ന പ്രൊഫൈൽ പിക്ചർ എന്നുള്ള ഓപ്ഷനാണ്. അതും ഇതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ആരോ മാർക്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗാലറിയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, ക്യാമറ എല്ലാം വരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് പ്രൊഫൈൽ പിക്ചർ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്നതാണ് പ്രൈവറ്റ് കീ എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് ഈ ചില അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പ്രൈവറ്റ് കീ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പ്രൈവറ്റ് കീ എങ്ങനെയാണ് നോക്കുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഞാൻ അതിൻ്റെ റൈറ്റ് സൈഡിൽ ആരോ മാർക്ക് ഉണ്ട്, അതിൽ ഞാൻ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഏതാ നെറ്റ്വർക്ക് ഏതെന്നുള്ളത് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. BNB ആണ് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ ഫിംഗർ വെച്ചിട്ടുണ്ട്. ഫിംഗർ ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ തന്നെ പ്രൈവറ്റ് കീ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ ഒരു കാരണവശാലും ഇതെല്ലാം എടുത്ത് ഫോട്ടോ എല്ലാം എടുത്ത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് നോട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ നോക്കുക, നിങ്ങൾ പ്രത്യേകിച്ച് 2-3 പ്രാവശ്യം ചെക്ക് ചെയ്തിട്ട് വേണം ഇത് എഴുതിയെടുക്കാൻ. കാരണം ഇത് ഒരുപാട് ചെറിയ ലെറ്ററുകൾ ഉള്ളതുകൊണ്ട് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ വരുന്നത് പിന്നെ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ മീറ്റിങ്ങുകളിലെല്ലാം പങ്കെടുക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ലൈവ് മീറ്റിങ്ങിൽ ചില പ്രശ്നങ്ങളെല്ലാം വന്ന സമയത്ത് വാലറ്റ് ഓപ്പൺ ചെയ്ത് ചില മീറ്റിങ്ങിലെല്ലാം കാണിക്കാറുണ്ട്. നമ്മൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് കാണിക്കാനൊക്കെ ആയിട്ട് ഓപ്പൺ ചെയ്യാറുണ്ട്. ട്രസ്റ്റ് വാലറ്റ്, മെറ്റമാസ്ക് പോലെയൊക്കെയുള്ള വാലറ്റുകളിനകത്ത് നമ്മൾ ലൈവ് മീറ്റിംഗ് നടക്കുമ്പോൾ അത് ആപ്ലിക്കേഷൻ തുറന്നാലും നമ്മുടെ പാസ്വേഡ് കീവേഡ് 12 കീവേഡ് മറ്റാളുകൾക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഈ നമ്മുടെ ബിഡ്ജറ്റ് വാലറ്റിനകത്ത് അങ്ങനെയല്ല. നമ്മൾ ലൈവ് മീറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ തന്നെ നമ്മളിത് ഓപ്പൺ ചെയ്ത് നമ്മൾ കാണുന്ന പോലെ തന്നെ മീറ്റിങ്ങിൻ്റെ അകത്ത് ആരെല്ലാം ലൈവ് കാണുന്നുണ്ടോ അവർക്കെല്ലാവർക്കും ഇതിൻ്റെ ഈ 12 കീവേഡ് അവർക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് മറ്റുള്ള ആളുകളുടെ ഈ 12 കീവേഡ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ലൈവായിട്ടുള്ള പരിപാടികളിൽ നിങ്ങളുടെ ബിഡ്ജറ്റ് വാലറ്റുകൾ പ്രത്യേകിച്ച് ഈ 12 കീവേഡ് ഒന്നും ഓപ്പൺ ചെയ്ത് കാണിക്കാതിരിക്കുക. അത് ഓപ്പൺ ആയിരിക്കും എപ്പോഴും എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മയിൽ വയ്ക്കുക. അതിനുശേഷം നമ്മുടെ 12 കീവേഡ് എവിടെ നിന്ന് എടുക്കുക എന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. ട്രസ്റ്റ് വാലറ്റിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് അക്കൗണ്ട് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റിൽ അത് വരുന്നുണ്ട്. ആ 12 കീവേഡ് വരും. അപ്പോൾ നമുക്കത് നോട്ട് ചെയ്ത് വയ്ക്കാറുണ്ട്. ഇവിടെ നമ്മൾ അക്കൗണ്ട് വാലറ്റ് ആദ്യം ഓപ്പൺ ആയ ശേഷമാണ് നമ്മളതിനകത്ത് നമ്മുടെ ഈ 12 കീവേഡ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ പ്രൈവറ്റ് കീ എന്നുള്ളതിന് തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ കിടക്കുന്നുണ്ട് ബാക്കപ്പ് മെനിമോണിക്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്, ഈ ഭാഗത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ അകത്ത് റൈറ്റ് സൈഡിൽ നോ ബാക്കപ്പ് എന്ന് കിടക്കുന്നതിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യേണ്ട. റൈറ്റ് സൈഡിൽ ഒരു ആരോ മാർക്കുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ക്രൈബ്, ഡിജിറ്റൽ കോപ്പി, സ്ക്രീൻഷോട്ട്. അതായത് അതിൻ്റെ അകത്ത് 3 അകത്ത് അവർ എഴുതി വയ്ക്കുന്നത് ഓക്കെ കൊടുത്തിട്ടുണ്ട്. മറ്റത് ഡിജിറ്റൽ കോപ്പി, അതായത് കോപ്പി ചെയ്ത് വയ്ക്കൽ, മറ്റുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുന്നതും നമുക്ക് സേഫ് അല്ല എന്ന് അവിടെ മുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മളിത് എഴുതി വയ്ക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 12 കീവേഡെല്ലാം വരുന്നത് ഓൾറെഡി സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, പാസ്വേഡെല്ലാം ഈ 12 കീവേഡ് വരുന്നതെല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കും. പക്ഷെ നമ്മൾ എഴുതി വയ്ക്കുന്ന സമയത്ത് നമ്മൾ ദയവ് ചെയ്ത് എല്ലാം
ക്യാപിറ്റൽ ലെറ്റർ എല്ലാം വലിയ ലെറ്റർ തന്നെ എഴുതി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതെന്തിനാന്ന് വെച്ചാൽ ചില ആളുകൾ സ്മോൾ ലെറ്റർ എല്ലാം എഴുതി കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ എഴുതുമ്പോൾ ഒക്കെ നമുക്കത് മനസ്സിലാവും. ചിലപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമൊക്കെ നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ചില ലെറ്ററുകൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എഴുതി വയ്ക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും വലിയ ലെറ്ററിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ ഓരോ ലെറ്റർ നമുക്ക് മാറിപ്പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അത് കാരണം ചില ആളുകൾ സി എല്ലാം എഴുതുമ്പോൾ അത് ഓ പോലെയൊക്കെ ഇരിക്കും, അതുപോലെ ഈ ഇടുമ്പോൾ വേറെ ഇതിലായിട്ടൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരമാവധി എഴുതി വയ്ക്കുമ്പോൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി വയ്ക്കാനായിട്ട് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ വാലറ്റ് ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്മോൾ ലെറ്ററാണ് എല്ലാം കൊടുക്കേണ്ടത്. അപ്പോൾ അതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഏറ്റവും താഴെയായിട്ട് ഞാൻ ഇവിടെ എഗ്രി ചെയ്തിട്ടുണ്ട്. എഗ്രി ചെയ്തതിന് ശേഷം ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ 12 കീവേഡുകൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഏറ്റവും ലാസ്റ്റ് ബാക്കപ്പ് മെനിമോണിക്സ് എന്നുള്ളൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഫിംഗർ വെച്ചിട്ടുണ്ടെങ്കിൽ ഫിംഗർ ചോദിക്കുക, അല്ലെങ്കിൽ പിൻ നമ്പർ ചോദിക്കുക, അത് കൊടുക്കുക. ഓക്കെ, അത് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനൊരു ഓപ്ഷനാണ് നമുക്കിവിടെ വരുന്നത്. ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കണ്ണിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ 12 കീവേഡുകൾ നമുക്കിവിടെ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ 12 കീവേഡുകൾ വന്നിട്ടുണ്ട്. ഈ 12 കീവേഡ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നമ്പർ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്, 1 2 3 ആ രീതിയിൽ ഇവിടെ കൊടുത്തിട്ട്. അപ്പോൾ നമ്മൾ എഴുതി വയ്ക്കുമ്പോഴും അത് പ്രത്യേകം മാറിപ്പോകാൻ ശ്രദ്ധിക്കുക. കാരണം 1 കഴിഞ്ഞ് 2 തന്നെ കൊടുക്കുക. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പർ പ്രകാരം തന്നെ നിങ്ങൾ എഴുതി സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത് നമ്മൾ ചെറിയ പേപ്പറിൻ്റെ പീസിലോ അവിടെ ഇവിടെ ഒന്നും എഴുതി വയ്ക്കാതെ ഭദ്രമായിട്ടൊരു ഭാഗത്ത് എഴുതി വയ്ക്കുക. പ്രത്യേകിച്ച് ഒരു ഭാഗത്ത് മാത്രം എഴുതി വയ്ക്കാതെ 1 2 3 ഭാഗങ്ങളിൽ നമ്മളിത് സേഫായിട്ട് എഴുതി വയ്ക്കുക. ഒരു കാരണവശാലും ഈ നമ്മുടെ 12 കീവേഡ് നമുക്ക് നഷ്ടപ്പെടാതിരിക്കണം. കാരണം ഇത് പോയി കഴിഞ്ഞാൽ നമ്മുടെ എന്തെല്ലാം അസറ്റുകൾ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിലും നമുക്കതൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇത് 12 കീവേഡ് ആരുടെ കയ്യിലാണോ ഉള്ളത് അവരാണ് ഇതിൻ്റെ അകത്തുള്ള അസറ്റിൻ്റെ ഓണർ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഈ പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ റിക്കവർ ചെയ്ത് എടുക്കാൻ സാധിക്കില്ല. നമ്മൾ മറ്റുള്ള പല ആപ്ലിക്കേഷൻ്റെ അകത്തും നമ്മൾ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഈ ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ടുള്ള ഈ ബ്ലോക്ക് ചെയിൻ ഇതുപോലുള്ള വാലറ്റിൻ്റെ അകത്തെല്ലാം നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ പിൻ നമ്പർ ഈ 12 കീവേഡുകൾ തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ഭദ്രമായിട്ട് എഴുതി വയ്ക്കണമെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ അസറ്റ് സമ്പാദിക്കുന്നത് മാത്രമല്ല അത് നല്ല രീതിയിൽ സൂക്ഷിച്ച് വയ്ക്കാന്നുള്ളത് അതിലും വലിയ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഈ 12 കീവേഡ് എഴുതിയെടുത്ത് വെച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് വരുന്ന കീവേഡ് എഴുതി വയ്ക്കുക, 12 എഴുതി വയ്ക്കുക. അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് ബാക്കപ്പ് മെനിമൈസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ അടുത്ത ഓപ്ഷൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇത് എഴുതി വെച്ചിരിക്കുന്നത് കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മളത് ഓരോ സെലക്ട് കൊടുക്കുക. ഇവിടെ മുകളിൽ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ എന്താണ്, ഏഴാമത്തെ എന്താണ്, ഫസ്റ്റത്തെ എന്താണെന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ രണ്ടാമത്തെ കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ഞാൻ കൊടുത്തു. അടുത്തത് അവർ ചോദിക്കും ഏഴാമത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ ചോദിക്കുന്നത് ഫസ്റ്റ് ഏതാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, അത് ഞാൻ 3 കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഓക്കെ താഴെ കൺഫേം എന്നുള്ളത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാതെ കൊടുത്തിരിക്കുന്നത് കറക്റ്റാണെന്ന്. അപ്പോൾ ചില ആളുകൾ കൊടുക്കുന്നത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആ കൺഫേം എന്നുള്ള ബട്ടൺ ഓപ്പൺ ആയിട്ട് വരില്ല, അവിടെ ലൈറ്റായിട്ട് കിടക്കും. നമ്മൾ കൊടുത്ത പാസ്വേഡ് കറക്റ്റാണെന്നുണ്ടെങ്കിൽ മാത്രം അവിടെ കൺഫേം എന്നുള്ളത് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എഴുതി വെക്കുന്ന സമയത്ത് പ്രത്യേകം നമ്പർ മാറിപ്പോകാതെ എഴുതി വയ്ക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതിന് ഇവിടെ കൺഫേം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് കൺഫേം കൊടുത്ത് നമ്മൾ വീണ്ടും നമ്മുടെ പേജിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ നോക്കാനുള്ളത് ഗൂഗിൾ ഓതൻറ്റിക്കേഷനാണ്. അത് നമ്മൾ എക്സ്ട്രാ ഇതിന് വേണ്ടിയിട്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ അത് ചെയ്യുക, അതല്ലാത്ത ആളുകൾ നമ്മുടെ അറിയാവുന്ന ലീഡേഴ്സിനോട് ചോദിച്ചിട്ട് മാത്രം അത് ചെയ്യുക. ഓക്കെ, അത് നമ്മുടെ അക്കൗണ്ട് കുറച്ചും കൂടി സെക്യൂരിറ്റി ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഉപകാരപ്പെടും. പിന്നെ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ നമ്മുടെ മൊബൈൽ എന്തെങ്കിലും റിപ്പയർ ചെയ്യാനെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാലറ്റ് എപ്പോഴും ഡിലേറ്റ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ തന്നെ ഏറ്റവും താഴെയായിട്ട് ഡിലേറ്റ് വാലറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഡിലേറ്റ് വാലറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏത് വാലറ്റാണോ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു വാലറ്റ് മാത്രമാണ് ഡിലേറ്റ് ആവുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡമ്മി വാലറ്റ് 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു 5 വാലറ്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ 5 വാലറ്റ് ഉണ്ടെങ്കിൽ
നമ്മളിപ്പോൾ ഈ ഡിലേറ്റ് കൊടുത്താൽ ഡമ്മി ഈ വാലറ്റ് 1 എന്നുള്ളതാണ് ഡിലേറ്റായി പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കി ഇപ്പോൾ 4 വേറെ ഉണ്ടെങ്കിൽ അതിനൊന്നും സംഭവിക്കില്ല. നമ്മൾ ഈ ഒരു വാലറ്റ് മാത്രമാണ് ഡിലേറ്റായി പോവുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടും വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ 12 കീവേഡ് എടുക്കണം എവിടെ നിന്നാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടും വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി പറയുന്നു, നമ്മൾ ഈ കാണുന്ന പ്രൈവറ്റ് കീയുടെ തൊട്ട് താഴെ കിടക്കുന്ന വ്യൂ മെനിമോണിക്സ് എന്നുള്ള ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ 12 കീവേഡ് നമുക്കവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഹോം പേജാണ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും താഴെയായിട്ട് 5 ഓപ്ഷൻ കാണാം. ഹോം, മാർക്കറ്റ്, ട്രേഡ്, ഡിസ്കവർ, വാലറ്റ്. ഓക്കെ, ഈ വാലറ്റ് എന്നുള്ളത് നമുക്ക് ആദ്യം എടുക്കുക. വാലറ്റ് എടുക്കുക. ഓക്കെ, വാലറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് നെറ്റ്വർക്കിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ. ഓക്കെ, ഇവിടെ BNB ചെയിൻ എന്നാണ് കിടക്കുന്നത്. അപ്പോൾ അത് ചില ആളുകൾ ഓൾ മെയിൻ നെറ്റ് എന്നുള്ള ഓപ്ഷനായിരിക്കും കിടക്കുന്നത്. അപ്പോൾ പല വിധത്തിലുള്ള ചെയിനിൽ വർക്ക് ചെയ്യുന്ന ക്രിപ്റ്റോകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അത് ഓൾ മെയിൻ നെറ്റ് എന്നുള്ളത് കിടന്നാൽ കുഴപ്പമില്ല. ഇപ്പോൾ PVCMeta സംബന്ധിച്ച് അത് BNB ചെയിനിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് BNB ചെയിനാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും BNB ചെയിൻ കിടക്കുന്നത്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് BNB ചെയിനിലേക്ക് ആക്കുക. ഓക്കെ, നമ്മുടെ വാലറ്റ് ഓൾറെഡി BNB ചെയിനിലാണ് ഇപ്പോൾ കിടക്കുന്നത്. പിന്നെ ഇവിടെ അടുത്ത് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അസറ്റുകൾ ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അടുത്ത് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഓൾറെഡി കിടക്കുന്നത് BNB കിടക്കുന്നുണ്ട്, USDT ഉണ്ട്, USDC എന്ന് പറയുന്നത് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി നമ്മുടെ PVCMeta ബന്ധപ്പെട്ടുള്ള ബിസിനസ് നമുക്കിവിടെ ആവശ്യമുള്ളത് മെയിനായിട്ട് BNB വേണം, USDT വേണം, PVCMeta വേണം. ഈ 3 സാധനങ്ങളാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. പിന്നെ മറ്റുള്ളത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ദയവ് ചെയ്ത് PVCMeta ആയി കണക്ട് ചെയ്തിരിക്കുന്ന വാലറ്റ്, അതായത് PVCMeta നമ്മൾ ബിസിനസ് ചെയ്യുന്ന സീഡ് ഫണ്ടിങ്ങും ടോക്കൺ ഫാമിങ്ങും എല്ലാം ചെയ്യുന്ന ആളുകൾ PVCMeta ബന്ധിപ്പിച്ചിരിക്കുന്ന വാലറ്റ് ഒരു കാരണവശാലും മറ്റുള്ള അസറ്റുകൾ കൊടുത്ത് സൂക്ഷിക്കാതിരിക്കുക. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊജക്റ്റുമായിട്ട് ലിങ്ക് ചെയ്യാതെ ഇരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ആ സിസ്റ്റവും നമുക്ക് പല പ്രാവശ്യം അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ തന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. PVCMeta കണക്ട് ചെയ്യുന്ന വാലറ്റ് മറ്റൊരു ഇതുമായി കണക്ട് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഡിലേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ BNB ഉണ്ട്, USDT ഉണ്ട്, USDC ഉണ്ട്. അപ്പോൾ ഞാൻ USDC എന്നുള്ളത് എടുത്ത് കളയാണ്. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ USDC എന്നുള്ളതിൻ്റെ അവിടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ വരും, സെറ്റിങ്സ്, പിന്നെ റിമൂവ് ഫ്രം ലിസ്റ്റ് എന്നുള്ള കാണാം. അതല്ല അതിന് ക്ലോസ് ചെയ്യാനാണെങ്കിൽ ക്ലോസ് കൊടുത്താൽ നമ്മൾ വീണ്ടും ആ പേജിലേക്ക് തന്നെ വരും. അപ്പോൾ ഇവിടെ ഞാൻ റിമൂവ് ഫ്രം ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിന് ശേഷം ഓക്കെ കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് മാറി. ഇനിയിപ്പോൾ നമ്മുടെ ഇവിടെ കിടക്കുന്നത് BNB ഉണ്ട്, അതുപോലെ തന്നെ USDT ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇനി നമുക്ക് ആവശ്യമുള്ള ഏതാണ്? PVCMeta നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ PVCMeta കൊണ്ടുവരുന്നത്? ഇതിൻ്റെ തൊട്ട് താഴത്തെ USDTയുടെ താഴെ മാനേജ് ടോക്കൺ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു പേജ് വരും. ഒരുപാട് ടോക്കൺസ് ഇവിടെ വരുന്നുണ്ട്, കോയിനുകളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ളത് PVCMeta. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ PVCMeta മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതായത് ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ നമുക്ക് PVC എന്ന് അടിച്ചു കൊടുക്കാം. PVC. ഓക്കെ, അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്കിവിടെ ഈ PVC എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു റൗണ്ട് ഇട്ടിട്ട് ഒരു പ്ലസിൻ്റെ അത് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ നോക്കുക PVCMeta ഈ വാലറ്റ് അഡ്രസ്സ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ PVC എന്ന് എഴുതിയിരിക്കുന്ന തൊട്ട് താഴെ തന്നെ അതിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ശ്രദ്ധിച്ച് നോക്കുക. ഒന്ന് കൊടുത്തിരിക്കുന്നത് കാണാം, 0x75C എന്ന് തുടങ്ങി അവസാനത്ത് വരുന്നത് ഏതാണെന്ന് നോക്കുക, CEB7E3. ഇതാണ് നമ്മുടെ PVCMeta വാലറ്റ് അഡ്രസ്സ്. അപ്പോൾ അത് മാറിപ്പോകാതിരിക്കാണ്ട് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് ശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന ഈ പ്ലസ്സിൽ റൗണ്ടിൽ പ്ലസ് ഉള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ നമ്മൾ സമയത്ത് ഓക്കെ, അതിവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഇതിപ്പോൾ നമുക്ക് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ റെഡ് കളർ റൗണ്ടിൻ്റെ അകത്ത് തന്നെ വീണ്ടും ടച്ച് ചെയ്താൽ അത് അവിടെ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഓക്കെ, ഓൾറെഡി നമ്മുടെ ഫ്രണ്ട് ഹോം പേജിൻ്റെ അകത്ത് ഇപ്പോൾ PVCMeta വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ നമ്മുടെ PVCMeta ഇവിടെ വന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ബാക്കി നമ്മുടെ ട്രസ്റ്റ് വാലറ്റ് ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നത്. സീഡ് ഫണ്ടിങ് ആണെങ്കിലും ടോക്കൺ ഫാമിംഗ് ആണ്, എല്ലാം അതുപോലെ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇത് നമ്മൾ അറിയാമല്ലോ, നമ്മൾ സാറ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഏതെങ്കിലും PVCMeta എവിടെയെങ്കിലും റിസീവ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ
നമുക്കിവിടെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിസീവ്, സെൻഡ്, സ്വാപ്പ് എല്ലാ ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ട് നമ്മൾ ട്രസ്റ്റ് വാലറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് അറിയാം. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തും എല്ലാ കാര്യവും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഈ ബിറ്റ്ഗേറ്റിൻ്റെ വാലറ്റിൻ്റെ അകത്തുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ PC മെറ്റയോ അതല്ല നമ്മുടെ കയ്യിലുള്ള അസറ്റുകളുടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് ഒന്നും കൂടി നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ കിടക്കുന്നത് BNB ഉണ്ട്, USDT ഉണ്ട്, PVC ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ PVCയിൽ ടച്ച് ചെയ്യുക. ഈ PVC മെറ്റയിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷൻ ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കിവിടെ കാണാൻ PVC മാർക്കറ്റ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇവിടെ കാണാം. അപ്പോൾ ഈ ഇവിടെ നമ്മൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിലൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇവിടെ ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ സെൻറ്ററിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഓപ്പണായി വന്ന സമയത്ത് നമ്മുടെ PVC മെറ്റയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നടന്നുകൊണ്ടിരിക്കുന്ന ട്രേഡിങ്ങിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടുന്നുണ്ട്. അതിനകത്ത് എത്ര അഡ്രസ്സ് 24 മണിക്കൂറിനകത്ത് എത്ര ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ പുതിയ അക്കൗണ്ടുകൾ വന്നിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഇവിടെ കാണിക്കുന്നുണ്ട്. 1219 പുതിയ അക്കൗണ്ടുകൾ ഓപ്പൺ ആയിട്ടുണ്ട്, അതിവിടെ കാണിക്കുന്നുണ്ട്. USDTയിൽ എത്ര ബിസിനസ് നടന്നിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. 37.16K ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ PVCയുടെ അകത്ത് നടന്നിരിക്കുന്ന ട്രേഡിംഗ് എന്ന് പറയുന്നത് 4.33 മില്യനാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. 24 hours ലോ കാണിച്ചിട്ടുണ്ട്, 24 hours ഹൈ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പേര് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് കൂടാണ്ട് ഏറ്റവും മുകളിൽ ഇപ്പോൾ കോട്ടെന്നുള്ള ഓപ്ഷനിലൊക്കെ എടുക്കുന്നത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇപ്പോൾ ഈ ഓപ്ഷൻ കിടക്കുന്നത് ഇവിടെ കോട്ടെന്നുള്ള ഇതിൽ കിടക്കുന്നത്. ഇപ്പോൾ ഞാനത് ഓവർവ്യൂവിലേക്ക് കൊണ്ടുവരികയാണ്, ഓവർവ്യൂ എന്നുള്ളതിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇതുമായി ബന്ധപ്പെട്ടുള്ള ട്രേഡിങ് കാര്യങ്ങൾ നടക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ലിക്വിഡിറ്റി എത്രയുണ്ടെന്നുള്ള ഇവിടെ നോക്കി ഈ ട്രേഡിംഗ് ഇൻഫോൻ്റെ തൊട്ട് താഴെ നോക്കി കാണാൻ നമുക്ക് ലിക്വിഡിറ്റി 2.74 മില്യൺ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ മാർക്കറ്റ് ക്യാപ്പ് കാണാൻ പറ്റുന്നുണ്ട്. മാക്സിമം സപ്ലൈ എത്രയാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. കാൽക്കുലേറ്റ് സപ്ലൈ എത്ര ഹോൾഡർ ഉണ്ടെന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. 2,12,000 മുകളിലുള്ളൊരു ഹോൾഡറാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ട്രേഡിങ്ങിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ റേറ്റ് ഇങ്ങനെ താഴ്ന്നു നിൽക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബൈ ആളുകൾ വളരെ കുറവാണ്. നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള പാർട്ട്നേഴ്സ് സെല്ലിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം റെഡിലാണ് കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ആരും ബൈ ചെയ്തതായിട്ട് ഇവിടെ കാണിക്കില്ല. ഇപ്പോൾ എല്ലാം സെല്ലാണ് കാണിക്കുന്നത്. ബൈ 0 സെല്ല് 1 കാണിക്കുന്നുണ്ട്. ആ വോളിയം എത്രയാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ആരും ബൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം എത്ര ഇതിൻ്റെ ബൈ ഇവിടെ ചെയ്തിട്ടുണ്ട് ഡോളറിന് ഇവിടെ കാണിക്കും. പക്ഷേ ഇവിടെ ബൈ ഇല്ല, സെല്ല് മാത്രമേ കാണിക്കുന്നുള്ളത്. $6 അടുത്തുള്ള ഒരു തുകക്ക് അവർ നമ്മുടെ PVC മെറ്റ സെല്ല് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് എത്ര ട്രാൻസാക്ഷൻ നടന്നുള്ള കാണിക്കുന്നത്, അതും ഇപ്പോൾ ഒരു ട്രാൻസാക്ഷനാണ് ഇവിടെ കാണിക്കുന്നുള്ളൂ. ഓക്കെ, പിന്നെ ബാക്കിയുള്ള അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും താഴെ കാണാൻ പറ്റും. നമ്മുടെ ഏത് നെറ്റിലാണ് വർക്ക് ചെയ്യണം, ചെയിനിലാണ് വർക്ക് ചെയ്യണം എന്നുള്ളത് കാണിക്കുന്നുണ്ട്. BNB ചെയിനാണ്. കോയിൻ്റെ പേരെന്താണെന്നുള്ളത് PVC മെറ്റ. അതുപോലെ തന്നെ ക്രിയേഷൻ ടൈം എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും മുകളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ചെയിൻ ഡാറ്റ എന്നുള്ളത് കാണാൻ പറ്റും. ഓവർവ്യൂവിൻ്റെ തൊട്ട് താഴെ PVC എന്ന് എഴുതിയിരിക്കുന്ന തൊട്ട് താഴെയായിട്ട് നമുക്ക് ഓൺ ചെയിൻ ഡാറ്റ എന്നുള്ളത് കാണാൻ പറ്റും. അത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ട്രേഡിങ്ങും കാര്യങ്ങളും അതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ നോക്കി മനസ്സിലാക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബിറ്റ്ജെറ്റ് വാലറ്റിൽ കൂടെ നമ്മുടെ PVCയുമായി മെറ്റയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള കാര്യങ്ങൾ ഒന്ന് ഇതാണ്. ഇനി ബാക്കി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ PVC മെറ്റയുടെ സൈറ്റിലേക്ക് എങ്ങനെ പോകുന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാൻ പറ്റുമായിരിക്കും, കാരണം ട്രസ്റ്റ് വാലറ്റ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മെറ്റമാസ്ക് ഉപയോഗിക്കുന്ന ആൾക്കാർ അറിയാം. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് 4 ഓപ്ഷൻ ഉണ്ട്, 5 ഓപ്ഷൻ ഉണ്ട്. ഹോം, മാർക്കറ്റ്, ട്രേഡ്, പിന്നെ ഡിസ്കവർ, വാലറ്റ്. അപ്പോൾ ഈ വാലറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള അസറ്റുകൾ ഏതാണെന്നുള്ളത് അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഡിസ്കവറിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഡിസ്കവർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. നമ്മൾ ട്രസ്റ്റ് വാലറ്റ് വരുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഏറ്റവും മുകളിൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള സെർച്ച് ബാർ ഇവിടെ ഉണ്ട്.
ഈ സെർച്ച് ബാറിൻ്റെ അകത്ത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ടോക്കൺ ഫാമിങ്ങിൻ്റെ പേജ്, അതുപോലെ തന്നെ സീഡ് ഫണ്ടിങ്ങിൻ്റെ പേജ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സീഡ് ഫണ്ടിങ്ങിൻ്റെ പേജിലേക്കാണ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് pvcmeta.io. ഓക്കെ, pvcmeta.io എന്ന് അടിച്ചു കൊടുത്ത് ഇപ്പോൾ നമ്മൾ സാധാരണ ട്രസ്റ്റ് വാലറ്റിലെല്ലാം ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് എന്നുള്ള താഴെ നമ്മുടെ കീപാഡിലുള്ള സെർച്ച് കൊടുക്കും. അപ്പോൾ നമുക്ക് സാധാരണ പേജ് ഓപ്പണായി വരാറുണ്ട്. പക്ഷേ ഈ ബിഡ്ജറ്റ് വാലറ്റിൻ്റെ അകത്ത് അങ്ങനെയല്ല. അതിന് തൊട്ട് താഴെ തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും വിസിറ്റ് ലിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാം. ഓക്കെ, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ പേജിലേക്ക് നമുക്ക് എൻ്റർ ആവാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു പേജ് ഇവിടെ കയറി വരുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ എൻ്റർ കൊടുത്ത് പ്രവേശിക്കാം. ഓക്കെ, നമ്മൾ എൻ്റർ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ pvcmeta സീഡ് ഫണ്ടിങ്ങിൻ്റെ പേജിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പേജ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് BNB ആണെന്ന് ഒന്നും കൂടി ചെക്ക് ചെയ്യാം. അപ്പോൾ അതെവിടെ ചെക്ക് ചെയ്യണത്, ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു പച്ച കളർ റൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇവിടെ. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക. ഓക്കെ, അതിൽ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എത്തേറിയൻ നെറ്റ്വർക്കാണ് ഇവിടെ കിടക്കുന്നത്. നമ്മുടെ pvcmeta വർക്ക് ചെയ്യുന്നത് BNB ചെയിനിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ BNB ചെയിനിലേക്ക് മാറ്റുക. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഈ എത്തേറിയം എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യാം. എത്തേറിയം എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് നെറ്റ്വർക്കുകൾ ഇവിടെ കാണിക്കും, പല ചെയിനുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ആറാമതായി കിടക്കുന്ന BNB ചെയിൻ എന്നുള്ള ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യുക, BNB ചെയിൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മുടെ BNB ചെയിൻ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മുകളിൽ ക്ലോസ് ചെയ്ത് നമ്മുടെ പേജിലേക്ക് പോകാം. ഓക്കെ, ഇനി നമ്മളിവിടെ സാധാരണ നമ്മുടെ pvcmeta പേജിലേക്ക് പോകുന്ന പോലെ തന്നെ കണക്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, കണക്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ pvcmeta സീഡ് ഫണ്ടിങ്ങിൻ്റെ പേജിലേക്കാണ് നമ്മളിവിടെ വരുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഞാൻ pvcmeta ഒന്നും ചെയ്തിട്ടില്ല. ഇതൊരു പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്താണ്, വീഡിയോ ചെയ്തതിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊരു ഓപ്ഷൻ വരുന്ന സമയത്ത് നമുക്കത് ക്ലോസ് കൊടുത്തിട്ട് നമുക്കിവിടെ അടുത്ത് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ എൻ്റർ റെഫറൽ കോഡ് എന്നുള്ളൊരു ഓപ്ഷനാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സിസ്റ്റത്തിൻ്റെ അകത്തേക്ക് പുതിയതായിട്ടൊരാൾ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ഈ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഒരാളുടെ റെഫറൽ നമ്പർ നമുക്ക് ആവശ്യമാണ് സിസ്റ്റത്തിൻ്റെ അകത്തേക്ക് എൻ്റർ ആവുന്നതിന് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ആരാണോ ഈ സിസ്റ്റം നിങ്ങളെ പരിചയപ്പെടുത്തി തന്നത് അവരുടെ റെഫർ ID വാങ്ങിച്ച് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത് ആ റെഫർ നമ്പർ ഇവിടെ ബോക്സിനകത്ത് ടൈപ്പ് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ടു രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ചില സമയത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. വെയിറ്റ് ചെയ്തിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അപ്പോൾ ഓക്കെ, ഇതാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഒക്കെ നമ്മൾ ഡിസ്കണക്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം pvcmeta അകത്ത് മെമ്പർമാരായിട്ടുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകളായിരിക്കും. അപ്പോൾ അത് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ പിന്നീട് വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ നിലവിൽ ചെയ്തിരിക്കുന്നത് ഈ ബിറ്റ്ഗെറ്റ് വാലറ്റ് പുതിയതായിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അടുത്ത് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി നമ്മുടെ വാലറ്റുള്ള ആളുകളുണ്ടാവും. ഓക്കെ, ട്രസ്റ്റ് വാലറ്റിൻ്റെ അകത്ത് വാലറ്റ് ഉണ്ടായിരുന്ന ആളുകളുണ്ട്. അപ്പോൾ ട്രസ്റ്റ് വാലറ്റിൽ ചില സമയത്ത് അത് നമുക്ക് ഓപ്പൺ ചെയ്യാനെല്ലാം ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ പല നമ്മുടെ ലീഡേഴ്സെല്ലാം നമ്മളോട് പറയുന്നത് ബിറ്റ്ഗെറ്റ് വാലറ്റും കൂടി യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. സിസ്റ്റം നമ്മളോട് മുമ്പ് പറഞ്ഞിരുന്നത് മെറ്റാമാസ്ക് അല്ലെങ്കിൽ ബിറ്റ്ജെറ്റ് പോലെയുള്ള വാലറ്റുകൾ യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബിറ്റ്ജെറ്റിൻ്റെ അകത്തേക്ക് നമ്മളിപ്പോഴാണെങ്കിലും നമുക്ക് കടന്നു വരാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ട്രസ്റ്റ് വാലറ്റ് പോലെ തന്നെ ഇതും വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വാലറ്റാണ് ഈ ബിറ്റ്ജെറ്റ് വാലറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി വീണ്ടും ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്. ഞാൻ എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള 12 കീവേഡ് കൊടുത്ത് എങ്ങനെയാണ് നമ്മുടെ ഈ അക്കൗണ്ട് വാലറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഒന്ന് ഞാൻ കാണിച്ചു തരാം. വീഡിയോ ഇത്തിരി ലെങ്ത്തായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. കാരണം ഇത്തരം കാര്യങ്ങൾ പറയാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ഒരു 12 നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള വാലറ്റ് കീ വെച്ചിട്ട് എങ്ങനെയാണ് അടുത്തത് ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് ബാക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇതെല്ലാം ക്ലോസ് ചെയ്ത് ബാക്ക് പോയിട്ട് നമ്മുടെ ബിറ്റ്ജെറ്റ് വാലറ്റിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് തിരിച്ചു വരാം. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ വീണ്ടും വന്നിരിക്കുന്നത് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള 12 കീവേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ബിറ്റ്ജെറ്റ് വാലറ്റിൻ്റെ അകത്ത് നമ്മൾ പുതിയ വാലറ്റ്
ഓപ്പൺ ചെയ്ത് എടുക്കുന്നതാണ് നമ്മളിവിടെ നോക്കുന്നത്. അതായത് നമ്മുടെ ട്രസ്റ്റ് വാലറ്റുള്ള 12 കീ ഇമ്പോർട്ട് ചെയ്ത് ബിറ്റ്ഗേറ്റ് വാലറ്റിൻ്റെ അകത്ത് എങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് നോക്കുന്നത്. ഓക്കെ, ഞാനിവിടെ നമ്മുടെ ബിറ്റ്ഗേറ്റിൻ്റെ വാലറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓപ്പൺ ചെയ്ത് വന്ന സമയത്ത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പേജ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ആദ്യത്തേത് ക്രിയേറ്റ് വാലറ്റ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് പുതിയതായിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ് ക്രിയേറ്റ് വാലറ്റ് എന്ന് പറയുന്നത്. അതിന് തൊട്ട് താഴെ തന്നെ ഇമ്പോർട്ട് വാലറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നമ്മളത് ഇമ്പോർട്ട് വാലറ്റ് എന്നുള്ളതിൻ്റെ അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതുപോലെ അടുത്ത പേജ് വന്നു കഴിയുമ്പോൾ ഇമ്പോർട്ട് വാലറ്റ് എന്നുള്ളതിൻ്റെ ഓപ്ഷൻ വന്നിട്ട് ഇതിൻ്റെ അകത്ത് 3 എണ്ണം കാണിക്കുന്നുണ്ട്. ഒന്ന് പ്രൈവറ്റ് കീ വാലറ്റ്, ഒന്ന് കീലെസ് വാലറ്റ്, പിന്നെ ഹാർഡ്വെയർ വാലറ്റ് എന്ന് പറഞ്ഞ് 3 ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ ആവശ്യമുള്ളത് പ്രൈവറ്റ് കീ വാലറ്റാണ്. അതായത് ഒന്നാമത് കിടക്കുന്ന അതാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക, ഫസ്റ്റത്തേൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് കഴിയുമ്പോൾ നമ്മളിവിടെ ഫിംഗർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫിംഗർ കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ പിൻ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിൻ നമ്പർ കൊടുത്തിട്ട് എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലത്തെ അടുത്ത വന്നത് ഇതുപോലത്തെ പേജാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. എൻ്റർ മെനിമോണിക്സ് ആൻഡ് ഓർ പ്രൈവറ്റ് കീ എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള 12 കീവേഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് പ്രത്യേകിച്ച് നമ്മൾ ട്രസ്റ്റ് വാലറ്റിലോ മെറ്റാമാസ്കിലോ ഏതെങ്കിലും വേറെ വാലറ്റ് ഉപയോഗിച്ചിരുന്ന ആളുകളുടെ കയ്യിലുണ്ടാവുന്ന ആ 12 കീവേഡ് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് കൺഫേം ചെയ്യാം. ഓക്കെ, ഞാൻ ടൈപ്പ് ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ നമ്മുടെ 12 കീവേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന കീവേഡ് കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് ഈ കൺഫേം എന്നുള്ള ബട്ടൺ ഇതുപോലെ തെളിഞ്ഞ് വരുള്ളൂ. അതല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ അതങ്ങനെ ഓപ്പൺ ആവാതെ നിൽക്കും. അപ്പോൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോ കീവേഡ് അടിച്ചതിന് ശേഷം ഒരു ഗ്യാപ്പ് മാത്രമേ ഇടാൻ പാടുള്ളൂ. കൂടുതൽ ഗ്യാപ്പ് ഇടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു സ്പേസ് മാത്രം, അതായത് നമ്മൾ ഫസ്റ്റത്തെ ലെറ്റർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് അത് ഫസ്റ്റത്തെ വേർഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഒരു സ്പേസ് മാത്രമേ ഇടാൻ പാടുള്ളൂ. അതുപോലെ എല്ലാത്തിലും ഒരു സ്പേസ് മാത്രമേ ഇട്ടിട്ട് 12 കീവേഡ് കൊടുക്കുക. അതിനുശേഷം താഴെ കൺഫേം എന്നുള്ള ബട്ടണിൽ കൺഫേം ചെയ്യാം. ഓക്കെ, നമ്മുടെ വാലറ്റ് ഇവിടെ ഓപ്പണായി വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ വാലറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഓപ്പണായി. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ഓൾ മെയിൻനെറ്റ് എന്നുള്ള കിടക്കുന്നുണ്ട്. അതെടുത്തിട്ട് നമ്മൾ BNB ചെയിൻ ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ BNB ചെയിൻ ആക്കിയ ശേഷം നമുക്ക് താഴെ നോക്കുക, നമുക്ക് ആവശ്യമില്ലാത്ത ഇതിവിടെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിലേറ്റ് കളയുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിലവിൽ BNB USDT PC മെറ്റയാണ് ഇവിടെ കിടക്കുന്നത്. അത് നമുക്ക് ആവശ്യമുള്ളതാണ്. ഇനി ഇതിൻ്റെ അകത്ത് നോക്കാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ആ പച്ച കളർ റൗണ്ടിന് തൊട്ടടുത്ത് മൈ വാലറ്റ് എന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പേര് കൊടുക്കണം. അപ്പോൾ ആ മൈ വാലറ്റ് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ ഒരു ആരോ കാണാൻ താഴേക്ക് അതിൽ ടച്ച് ചെയ്താലും നമുക്ക് പേര് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ ഏറ്റവും മുകളിൽ സ്വിച്ച് വാലറ്റ് കാണാം. അതിൻ്റെ റൈറ്റ് സൈഡിൽ മാനേജ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ ആ മാനേജ്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ ഒരു വാലറ്റ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒന്നിലധികം വാലറ്റ് ഉണ്ടെങ്കിൽ അതിങ്ങനെ താഴേക്ക് ഇങ്ങനെ കാണിക്കും. അപ്പോൾ അത് നമ്മളത് മനസ്സിലാക്കുക. ഈ മാനേജ്മെൻറ്റ് എന്നുള്ളപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടുത്ത ഓപ്ഷൻ വരും. പിന്നെ അതുകൂടാണ്ട് ഇനി വീണ്ടും ഒരു വാലറ്റ് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നിലധികം വാലറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ട് താഴെ കാണിക്കുന്ന ഈ ആഡ് വാലറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ 12 കീവേഡ് കൊടുത്ത് നമ്മുടെ ഇനിയുള്ള വാലറ്റുകൾ ഇതുപോലെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഈ മാനേജ്മെൻറ്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എഡിറ്റ് വാലറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ അതിൻ്റെ താഴെയായിട്ട് ഒരു പേനയുടെ പടം കൊടുത്തിരിക്കണം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിൽ ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞ സമയത്ത് നമുക്കിവിടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൈ വാലറ്റ് എടുക്കുക. അവിടെ മൈ വാലറ്റിൽ ടച്ച് ചെയ്ത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ സുഹൃത്തുക്കളെ, ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. പുതിയ വാലറ്റ് ക്രിയേറ്റ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള 12 കീവേഡ് വെച്ചിട്ട് എങ്ങനെയാണ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എല്ലാവർക്കും ഉപകാരമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്നതൊപ്പം തന്നെ നിങ്ങളുടെ കൂടെയുള്ള പാർട്ട്നേഴ്സിനും ഈ വീഡിയോ നിങ്ങൾ അവർക്കും കൊടുക്കുക. അവരോടും ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റിൻ്റെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ചാനൽ ചെറിയൊരു ചാനലാണ്. ഇത് PC മെറ്റയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പാർട്ട്നേഴ്സിന് ഒരു ഹെൽപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള പാർട്ട്നേഴ്സിനെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഓക്കെ, എല്ലാവർക്കും ഒരു വിജയം ഉണ്ടാവട്ടെ എന്നുള്ളത് ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി മറ്റുള്ളൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.